നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീൻ. റോഡ് നവീകരണം ഭാഗികമായി പൂർത്തിയായ പ്രദേശത്ത് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ സത്വര നടപടി വേണമെന്ന് നാട്ടുകാർ. തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15 വയസ്സുകാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് UP-യിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്ത്. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർ ടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ ബീഡി കച്ചവടം നടത്തിയ ജയിൽ ജീവനക്കാരൻ അറസ്റ്റിലായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ KP ഷംസുദ്ദീൻ. മലിനജല ഭീഷണിയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാമ്പറ്റക്കുണ്ട് പ്രദേശം. റെയിൽവേയുടെ അശാസ്ത്രീയ അഴുക്കുചാൽ നിർമ്മാണം മൂലം വീടുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്ന അവസ്ഥയെന്ന് പ്രദേശവാസികൾ. മലിനീകരണം തടയാൻ സത്വര നടപടി വേണമെന്നും മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകുമെന്നും ജനകീയ കൂട്ടായ്മ. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് വഴിയുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്നു. പ്രദേശത്ത് മേൽപ്പാല നിർമ്മാണത്തിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. പദ്ധതി രേഖ തയ്യാറാക്കി സർക്കാർ അനുമതിയായാൽ ഉടൻ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA. വാർത്തകൾ വിശദമായി. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. ബൈക്ക് യാത്രികനായ പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീനാണ് മരിച്ചത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്താണ് അപകടമുണ്ടായത്. രാവിലെ 8:45 അപകടം. പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും വാടാനംകുറിശി ഭാഗത്തു നിന്ന് ഓങ്ങല്ലൂരിലേക്ക് പോകുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീൻ ആണ് മരിച്ചത്. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാർ യുവാവിനെ സേവന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും ബസിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് അല്പനേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മരണപ്പെട്ട മുഹമ്മദ് അമീൻ ഓങ്ങല്ലൂരിലെ പലചരക്ക് കടയിൽ ജീവനക്കാരനാണ്. രാവിലെ കടയിലേക്ക് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഷൊർണൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാടാനംകുറിശി മേട് പെട്രോൾ പമ്പ് മുതൽ ഹൈസ്കൂൾ വരെയുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങൾക്ക് അമിത വേഗതയാണെന്നും വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ നടപടിയുണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ പാലക്കാട് വഴിക്ക് പോണ ബസ്സുകൾ ഈ ഓങ്ങല്ലൂർ വില്ലേജ് വാരണാസി സ്കൂൾ മുതൽക്ക് പൂക്കപ്പടി വരെ ഭയങ്കര ഓവർ സ്പീഡാണ്. പാലക്കാട് ഗുരുവായൂർ വണ്ടിയാണിത് ഇത്രയും സ്പീഡിൽ ഓവർ സ്പീഡിൽ പോകുന്നത്. മറ്റുള്ള വണ്ടികളൊന്നും തുറന്നൊരു പട്ടാമ്പി ബസ്സുകൾ ഇത്ര സ്പീഡില്ല. ഗുരുവായൂർ പാലക്കാട് ബസ്സുകൾ കൺട്രോൾ ഇല്ലാത്ത പോക്ക് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15 വയസ്സുകാരൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. UP-യിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ ഇന്നു രാവിലെയാണ് സംഭവം. അങ്കിത്തിനെ ചിൽഡ്രൻസ് ഹോമിലെ തന്നെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നതായി പറയുന്നു. തുടർന്ന് രാവിലെ വീണ്ടും തർക്കമുണ്ടായി. ഇതിനിടെ അങ്കിത്തിന്റെ തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കെയർടേക്കർമാർ 2 പേർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. 2 കെയർടേക്കർമാരാണ് ആ സംഭവം. 2 കെയർടേക്കർമാർ ആ സമയത്ത് ഉണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ട് അവിടെ? അന്തേവാസികളുണ്ട്. മൊത്തം 18 പേരാണ് ഇപ്പം ഈ ഹോമിലുള്ളത്. ഇതിന്റെ തുടർ നടപടികൾ ഇപ്പം ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിന്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്ത്. കൊല നടത്തിയ 15-കാരൻ 1 മാസം മുമ്പാണ് ചിൽഡ്രൻസ് ഹോമിലെത്തിയത്. ന്യൂസ് ബ്യൂറോ,
തൃശൂർ. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ ബീഡിക്കച്ചവടം നടത്തിയ ജയിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കെ.പി. ഷംസുദ്ദീനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഷംസുദ്ദീന്റെ ബാഗിൽ നിന്ന് 2 പാക്കറ്റ് ബീഡിയും 5 പാക്കറ്റ് ബീഡി സോക്സിൽ പൊതിഞ്ഞ നിലയിലും 5 പാക്കറ്റ് ബീഡി കിടക്കയ്ക്കടിയിൽ നിന്നും കണ്ടെത്തിയത്. ജയിൽ ജീവനക്കാരുടെ വിശ്രമമുറിയിലായിരുന്നു ഷംസുദ്ദീൻ. പ്രതികൾക്ക് ജയിലിൽ ബീഡി നൽകുകയും ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് പുറത്തുവച്ച് പണം വാങ്ങുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി. 1 വർഷം മുമ്പും ജയിലിൽ ബീഡി കച്ചവടം നടത്തിയതിന് ജീവനക്കാരെ പിടികൂടിയിരുന്നു. ജയിലിൽ ബീഡി വിൽപ്പന നടത്തിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കെ.പി. ഷംസുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം മാമ്പറ്റക്കുണ്ട് പ്രദേശം മലിനജല ഭീഷണിയിൽ. റെയിൽവേയുടെ അശാസ്ത്രീയ അഴുക്കുചാൽ നിർമ്മാണം മൂലം വീടുകളിലേക്ക് മലിനജലം കയറുന്ന സ്ഥിതിയാണിവിടെ. മലിനീകരണം തടയണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾക്കായി നാട്ടുകാർ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചതിന് ശേഷമാണ് ഈ പ്രദേശത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങിയത്. പ്രദേശത്ത് നിന്ന് മഴവെള്ളം ഒഴുകിപ്പോയിരുന്നത് റെയിൽവേയുടെ അഴുക്കുചാലിലേക്കായിരുന്നു. എന്നാൽ നവീകരണത്തിന് ശേഷം അഴുക്കുചാലിന്റെ ഉയരം കൂടിയത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമായെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് വെള്ളങ്ങളും ഈ പാടത്താണ് വീഴുന്നത്. മാമ്പിളിപ്പാടത്ത് ഈ പാടത്ത് വീഴുന്ന വെള്ളം നേരെ ഭാരതപ്പുഴയ്ക്ക് പോവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവർക്ക് ഈ കാർ പാർക്കിംഗ് ഏരിയ ഫില്ല് ചെയ്തുകൊണ്ട്, പാടം ഫില്ല് ചെയ്തുകൊണ്ട് അവിടുത്തെ എല്ലാ വെള്ളവും അഴുക്ക് വെള്ളവും തിരിച്ച് ഈ ഓവിൽ കൂടി ഞങ്ങളുടെ വീടുകളിൽ കയറുകയാണ്. ഇത് എന്തായാലും പ്രതിഷേധിക്കാൻ വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം മഴക്കാലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. ഒഴുകിയെത്തുന്ന വെള്ളം അഴുക്കുചാലിലൂടെ പോകുന്നതിനു പകരം മലിനജലം വീടിന്റെ പരിസരങ്ങളിലേക്ക് ഒഴുകുകയാണ്. പാർക്കിംഗ് ഏരിയ നിർമ്മാണത്തിന് ശേഷമുണ്ടായ റെയിൽവേയുടെ അശാസ്ത്രീയ അഴുക്കുചാൽ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. ഇത് സംഭവിച്ചത് ഈ റെയിൽവേൻ്റെ ഈ കാർ പാർക്കിംഗ് ഒരു ശരിയല്ലാത്ത രീതിയിൽ അത് നിർമ്മിച്ചത് കാരണമാണ് അവിടെ ചാലിൻ്റെ അളവ് കൂടിപ്പോയി, ഞങ്ങളുടെ ഭാഗം താഴ്ന്നു പോയി. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വെള്ളം പോകാൻ യാതൊരു ഒരു സൗകര്യമില്ല. മുനിസിപ്പാലിറ്റിയിലെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളങ്ങൾ ചുറ്റളവിൽ, അതായത് ഒരു 75% വെള്ളം ഇതുകൂടെയാണ് പോകുന്നത്. അതിപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അത് കൂടെ അഴുക്ക് വെള്ളം ഇറങ്ങി റിട്ടേൺ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരികയാണ്. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കിണറുകളിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് വീടുകളിലും റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ജ്വാല പാലിയേറ്റീവ് കെയർ കെട്ടിടത്തിലും വെള്ളം കയറിയിരുന്നു. പ്രശ്നപരിഹാരത്തിന് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കാർ പാർക്കിംഗ് നിർമ്മിക്കുന്നത് നിലവിലുള്ള അവിടെ ചതുപ്പ് നിലം മണ്ണിട്ട് നികത്തിയതിൻ്റെ ഭാഗമായി വെള്ളത്തിന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമില്ലാതെ, അപ്പോൾ നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, വലിയ ഇത്രയും മാത്രം വെള്ളം കടന്നു പോകുന്നതിന് ആവശ്യമായ ചാല് നിർമ്മിച്ചുകൊണ്ട് മാത്രമാണ് പുഴയിലേക്ക് വെള്ളം കടന്നു പോകൂ എന്ന ആവശ്യം ഉന്നയിച്ച് 2 തവണ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും റെയിൽവേ ഇത് മുഖവിലക്കെടുക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രി, MP, MLA, റെയിൽവേ അധികൃതർ തുടങ്ങിയവർക്ക് പരാതി നൽകി. പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധ സമരം ശക്തമാക്കുമെന്ന് ജനകീയ കൂട്ടായ്മ സെക്രട്ടറി M. നടരാജൻ, പ്രസിഡന്റ് R. മണി, P. മാരിമുത്തു, ND ദിൻഷാദ്, VK ശ്രീകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ഈ വിഷയം പലതവണ പറഞ്ഞിട്ടും ആ ചാലിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. ഇത് ഒരു വീട്ടുകാരെ ബാധിക്കുന്നില്ല, 100ഓളം കുടുംബങ്ങളെ ബാധിക്കും എന്ന് മാത്രമല്ല, അത്തരം വെള്ളക്കെട്ട് മുകളിലേക്ക് കയറി വന്നാൽ സാംക്രമിക രോഗങ്ങളടക്കം പലതരത്തിലുള്ള രോഗങ്ങൾ ഇവിടെ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഈ ഷൊർണൂർ നഗരസഭയുടെ മാമ്പറ്റക്കുടി മുതലിയാർ തെരുവ് ഭാഗത്തുണ്ട്. അപ്പം ഇതിനെതിരെ നമ്മൾ നിവേദനങ്ങൾ നൽകി. ആ നിവേദനങ്ങൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായി ഇതിന് ഏത് രീതിയിലാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി മാറാത്തുകുന്ന് റെയിൽവേ ലെവൽ ക്രോസിലെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്നു.
പ്രദേശത്തെ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് മൂലം കാലങ്ങളായി യാത്രക്കാർ ദുരിതമനുഭവിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ പ്രദേശവാസികളുടെ സ്വപ്നമായിരുന്നു റെയിൽവേ മേൽപ്പാലം. മാരാത്തുകുന്ന് മേൽപ്പാല നിർമ്മാണത്തിൻ്റെ ആദ്യപടിയായ സർവേ നടപടികൾ ആണ് ആരംഭിച്ചിട്ടുള്ളത്. മേൽപ്പാലത്തിൻ്റെ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള സർവേക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു. സർവേ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കും. തുടർന്ന് സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലേക്കും വടക്കാഞ്ചേരി നഗരത്തിലേക്കും നീളുന്ന ഈ റൂട്ടിലെ ലെവൽ ക്രോസ് ദീർഘനേരം അടഞ്ഞുകിടക്കുന്നത് വാഹനഗതാഗതത്തെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത്. സമീപത്തുള്ള എങ്കക്കാട് ലെവൽ ക്രോസിനും പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് MLA സേവ്യർ ചിറ്റിലപ്പിള്ളി അറിയിച്ചു. റെയിൽവേ വർക്ക് പ്രോഗ്രാമിലും പിങ്ക് ബുക്കിലും ഈ പദ്ധതി ഉൾപ്പെടുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭിന്നശേഷിക്കാരായ നമുക്ക് 9 ഗുണഭോക്താക്കളാണുള്ളത്. 9 ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് അനുയോജ്യമായ ഉപകരണങ്ങളാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ K അശോകൻ, മുസ്തഫ, അംഗൻവാടി ടീച്ചർ ഉഷാദേവി, ശ്യാമിലി, TV ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. 9 ഭിന്നശേഷിക്കാർക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അപകടത്തുരുത്തായി കോട്ടായി അയ്യങ്കുളം വാവുള്ളിയിൽ റോഡ്. അടുത്ത കാലത്തായി വാഹനാപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. അടിയന്തര നടപടികൾ വേണമെന്ന് കോട്ടായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ ആവശ്യപ്പെട്ടു. പാലക്കാട് പൂടൂർ കോട്ടായി റൂട്ടിൽ ഓടന്നൂർ അയ്യംകുളം വാവുള്ളിയൽ വരെ നേർ റോഡായതിനാൽ ഈ മേഖല അപകടത്തുരുത്തായതായി പരക്കെ ആക്ഷേപമുണ്ട്. അടുത്ത കാലത്തായി വാഹനാപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് ഇവിടെ നഷ്ടമായത്. കാര്യമായ വളവും തിരിവുമില്ലാത്ത നേർ റോഡായതിനാൽ വാഹനങ്ങൾക്ക് ഈ ഭാഗമെത്തിയാൽ അതിവേഗതയാണെന്ന് മുമ്പേ ആക്ഷേപമുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലായി 2 പേർ ഇവിടെ വാഹനാപകടത്തിൽ മരിച്ചു. അയ്യംകുളം മുതൽ വാവുള്ളിയാൽ വരെ പൊതുവെ റോഡ് വീതി കുറവാണ്. തെരുവ് വിളക്കുമില്ല. നിരന്തരം അപകടം നടന്നിട്ടും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും പനയമ്പാടം പോലെ കൂട്ടം മരണങ്ങളുണ്ടായാലേ ശ്രദ്ധിക്കൂ എന്നതാണ് അവസ്ഥയെന്നും പൊതുമരാമത്ത് വകുപ്പും ഗതാഗത വകുപ്പും അടിയന്തരമായി ഇവിടെ വാഹനാപകടം കുറയ്ക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കോട്ടായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K മോഹൻകുമാർ ആവശ്യപ്പെട്ടു. വാവുളിയാൽ വരെ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം 10-ൽ കൂടുതലാണ്. അതിൽ കൂടുതൽ ആളുകളാണ് അപകടത്തിൽപ്പെട്ട് പാരലൈസ്ഡായിട്ട് കിടക്കുന്ന ആളുകൾ. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ റോഡിന്റെ വിഷയപ്പെടുത്തിയിട്ടും ഇന്ന് വരെ യാതൊരു നടപടിയും എടുത്തില്ല. കഴിഞ്ഞ ഈ വർഷം തന്നെ, ഇപ്പോൾ ഈ ജനുവരി തുടങ്ങിയ ശേഷം തന്നെ 2 പേർ, ഒരു അഹമ്മദ് കുട്ടി എന്ന ആളും അതുപോലെ തന്നെ സുലൈമാൻ എന്ന ആളും 2 പേരും അവിടെ നടക്കുന്ന അപകടത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ സത്വര നടപടിയെടുത്ത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പനയമ്പാടത്ത് സംഭവിച്ച പോലുള്ള ഒരു കൂട്ടമരണം ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപകടമേഖലാ ബോർഡുകൾ സ്ഥാപിക്കുക, രാത്രികാല റിഫ്ലക്ഷനുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും സർക്കാർ നടപ്പാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വാണിയംകുളത്ത് പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഗിരിജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥ വരുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നടക്കില്ല. 10 മുമ്പ് ബലമല്ലേ, 100 ആളായ വലിയ ബലമല്ലേ, 1000 ആളായാലോ? അപ്പോൾ സംഘടനയുടെ കീഴിൽ തൊഴിലാളികൾ അണിനിരന്നുകൊണ്ട് ഒറ്റക്കെട്ടായി വന്നുകൊണ്ട് ഈ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ അതൊരു ബലമാണ്, നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം നമുക്ക് തൊഴിലാളികളുടെ പങ്കാളിത്തം വേണമെന്ന് നമ്മൾ പറയുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KP സുധീർ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ഭാസ്കരൻ, K ഗംഗാധരൻ, ലോക്കൽ സെക്രട്ടറിമാരായ TV ഭാസ്കരൻ, K കൃഷ്ണകുമാർ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സുജിത് P രാജ്, ജില്ലാ കമ്മിറ്റി അംഗം P ബാലൻ, U പ്രതീഷ്, കുഞ്ഞലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ KSMA പട്ടാമ്പി മേഖലാ സമ്മേളനവും കുടുംബസംഗമവും വാടാനാംകുറിശ്ശിയിൽ നടന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ KSMA പട്ടാമ്പി മേഖലാ സമ്മേളനവും കുടുംബസംഗമവും വാടാനാംകുറിശ്ശി MTS കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുനരുപയോഗം ഏത് രൂപത്തിലാവണമെന്ന് വ്യക്തമായ ധാരണയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവോ ഇല്ലാതെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് കേരള സ്ക്രാപ്പ് മർച്ചൻ്റ് അസോസിയേഷൻ രൂപീകൃതമാവുകയും അതിന് വ്യക്തമായ ഒരു ദിശാബോധവും അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക എങ്ങനെയാണെന്ന് നമ്മുടെ സമൂഹത്തിനും അതോടൊപ്പം അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു സംവിധാനവും അതിൽ കൂടി നല്ല ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ പട്ടാമ്പി മേഖലയിൽ നിന്ന് രൂപം കൊണ്ടത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് മുഹിനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആസിഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുത്തുമൗലവി സംഘടനാ വിശദീകരണം നടത്തി. മൊയ്തു പോക്കുപടി മുഖ്യ പ്രഭാഷണം നടത്തി. K ഷാജു ആരോഗ്യ ബോധവൽക്കരണവും ഷാജാൻ ഹാജി മെമ്പർഷിപ്പ് വിതരണവും അർജുൻ വിനായക് ID കാർഡ് വിതരണവും നടത്തി. നാസർ കൊണ്ടൂർക്കര റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആലിക്കുട്ടി ഹാജി, റഷീദ്, ഷംസു, അസീസ്, സുജീഷ്, നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. അലിമോൻ സ്വാഗതവും ഏന്ത്യൻകുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. നേരത്തെ സമ്മേളനത്തിന്റെ ഭാഗമായി KT അലി ഹാജി പതാക ഉയർത്തി. വൈകിട്ട് കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനാംകുറിശ്ശി വില്ലേജ് ഓഫീസ് പരിസരത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൊയിലൂർ താഴ്ത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീൻ. റോഡ് നവീകരണം ഭാഗികമായി പൂർത്തിയായ പ്രദേശത്ത് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ സത്വര നടപടി വേണമെന്ന് നാട്ടുകാർ. തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ 17കാരനെ 15 വയസ്സുകാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് UPയിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്ത്. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർ ടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കലക്ടർ. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ ബീഡിക്കച്ചവടം നടത്തിയ ജയിൽ ജീവനക്കാരൻ അറസ്റ്റിലായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ KP ഷംസുദ്ദീൻ. മലിനജല ഭീഷണിയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാമ്പറ്റക്കുണ്ട് പ്രദേശം. റെയിൽവേയുടെ അശാസ്ത്രീയ അഴുക്കുചാൽ നിർമ്മാണം മൂലം വീടുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്ന അവസ്ഥയെന്ന് പ്രദേശവാസികൾ. മലിനീകരണം തടയാൻ സത്വര നടപടി വേണമെന്നും മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകുമെന്നും ജനകീയ കൂട്ടായ്മ. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് വഴിയുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്നു. പ്രദേശത്ത് മേൽപ്പാല നിർമ്മാണത്തിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. പദ്ധതി രേഖ തയ്യാറാക്കി സർക്കാർ അനുമതിയായാൽ ഉടൻ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.